ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സാധാരണ കാലം 2-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ദിവസം യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് അവൻ കണ്ടിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പനായി തീർന്നു, എന്നാൽ അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ ഇവനെ അറിഞ്ഞിരുന്നില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം ചെയ്യിക്കാൻ വന്നിരിക്കുന്നു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യപ്പെടുത്തി, ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞിരുന്നില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവൻ ആകുന്നു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രഹസ്യം 4 ശീർഷകങ്ങളിലൂടെ സ്നാപകൻ ചിത്രീകരിക്കുകയാണ് ഈ ഭാഗത്ത്. ദൈവത്തിന്റെ കുഞ്ഞാട്, പൂർവാസ്തിത്വമുള്ളവൻ, അതായത് ദൈവത്തോടൊപ്പം ജീവിച്ചിരുന്നവൻ, ആത്മവാഹകൻ, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവൻ, ദൈവപുത്രൻ. യേശുവിന്റെ രഹസ്യത്തിലേക്ക് നാം എത്രമാത്രം സന്നിവേശിപ്പിക്കപ്പെടുന്നുവോ അത്രമാത്രം നാം പുതിയ മനുഷ്യനായി തീരും. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 4 സ്വപ്നങ്ങള് സ്നാപക യോഹന്നാനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഇത് സംഭവിക്കുന്നത് അടുത്ത ദിവസം, പുതിയ സൃഷ്ടികർമ്മത്തിലെ 2-ാം ദിവസമാണിത്. ഈ യോഹന്നാനെ സംബന്ധിച്ച് 1-ാമത്തെ അധ്യായം നോക്കിയാൽ 7 ദിവസത്തെ ഒരു ചട്ടക്കൂടിലാണ് എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ 7 ദിവസത്തെ സൃഷ്ടികർമ്മം, 7 ദിവസം കൊണ്ടുള്ള സൃഷ്ടികർമ്മം, 7-ാം ദിവസം സാബത്ത്. അതേ ചട്ടക്കൂടിലാണ് ഈ പുതിയ സൃഷ്ടി, പുതിയ മനുഷ്യവംശത്തിന്റെ രൂപം, അത് യോഹന്നാൻ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം 1:29 അടുത്ത ദിവസം, 1:35 അടുത്ത ദിവസം, 1:43 അടുത്ത ദിവസം, അങ്ങനെ പിന്നെ 2:1 3-ാം ദിവസം, അങ്ങനെ മൊത്തം നോക്കിയാൽ 4-3 7 ദിവസമുണ്ട്. അപ്പോൾ ഇല്ലേ, 7 ദിവസത്തെ ചട്ടക്കൂട്. അപ്പോൾ പുതിയ സൃഷ്ടികർമ്മം, മനുഷ്യവംശത്തിന്റെ പുതിയ സൃഷ്ടികർമ്മം നടക്കുകയാണ്. പുതിയ മനുഷ്യവംശത്തിന്റെ സൃഷ്ടികർമ്മം അതിന്റെ 2-ാം ദിവസമാണ് സംഭവിക്കുന്നത്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ 4 ശീർഷകങ്ങൾ പറഞ്ഞതിൽ നമ്മൾ ഇന്ന് 1 മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ പാപം എന്ന് ഏകവചനത്തിലാണ്, ബഹുവചനമല്ല. പാപങ്ങൾ എന്ന് ബഹുവചനം സുവിശേഷങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, യോഹന്നാനും ഉപയോഗിച്ചിട്ടുണ്ട്. പാപകരമായ പ്രവൃത്തികളെ, ഇൻഡിവിജ്വൽ പാപങ്ങൾ, ഇപ്പം കൊലപാതകം, വ്യഭിചാരം, കളവ്, അതിങ്ങനെ ഇൻഡിവിജ്വൽ പാപങ്ങൾ, അതാണ് പാപങ്ങൾ എന്ന് പറയും ബഹുവചനത്തിൽ. ഓരോ പാപപ്രവൃത്തികൾ, പാപമയമായ അവസ്ഥ, അതായത് എല്ലാ മനുഷ്യരും പാപം ചെയ്യുമ്പോൾ പാപമയമായ ഒരു അവസ്ഥയുണ്ടാകും. ആ പാപമയമായ അവസ്ഥയാണ് പാപം എന്ന ഏകവചനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവുമുള്ള മനുഷ്യൻ അതാണ് അങ്ങനെയുള്ള ഒരു മൃഗമാണ് മനുഷ്യൻ. ബുദ്ധിയും, വിശേഷ ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യവും, ഇത് 3മുള്ള മനുഷ്യന് അവന് ചേർന്ന രക്ഷയാകണമെങ്കിൽ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ ജീവൻ അഥവാ രക്തം അഥവാ പ്രാണൻ പകരം കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ഏക വ്യക്തിയാണ് നസ്രത്തിലെ യേശു. അവൻ ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായിരുന്നു. അങ്ങനെ കഴിവുള്ള യേശു അത് കൊടുത്തു. അവന് കഴിവുണ്ടായിരുന്നു മാത്രം പോരല്ലോ, അത് കൊടുക്കാൻ സന്നദ്ധനായി കൊടുത്തു. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. കാരണം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനോ ഒരാൾക്ക് മാത്രമേ പാപം എടുത്തു മാറ്റാൻ കഴിയൂ, മറ്റൊരാൾ പാപം എടുത്തു മാറ്റാൻ കഴിയൂ. നമുക്കത് കഴിയില്ല. നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. രക്ഷിക്കാൻ കഴിവുള്ളവൻ യേശുവായിരുന്നു, അവൻ നമ്മെ രക്ഷിച്ചു. എന്നാൽ സ്വാതന്ത്ര്യമുള്ള നമുക്ക് ആ രക്ഷ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ, അത് നമ്മുടേതായി തീരണമെങ്കിൽ നാം അവനോട് ചേർന്നിരിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മെ തന്നെ അവന്റെ മേൽ എടുത്തു വെക്കണം. അല്ലെങ്കിൽ അവൻ നമ്മെ അവന്റെ മേൽ എടുത്തു വെക്കാൻ നാം അനുവദിക്കണം. അപ്പോൾ നമ്മുടെ പാപം, ലോകത്തിന്റെ പാപം ചുമക്കാൻ യേശു തയ്യാറാണ്. നാം നമ്മെ തന്നെ യേശുവിനിൽ എടുത്തു വെക്കുന്നു.
അല്ലെങ്കിൽ എടുത്തു വെക്കാൻ യേശുവിന് അനുവദിക്കുന്നു. അപ്പോൾ നമ്മുടെ പാപം, ലോകത്തിന്റെ പാപം യേശു ചുമക്കുകയാണ്. അത് ചുമക്കാൻ അവൻ തയ്യാറാണ്. അങ്ങനെ നാം നമ്മെ തന്നെ അവന്റെ മേൽ എടുത്തു വെക്കുന്ന തീരുമാനവും പ്രവൃത്തിയുമാണ് സത്യവിശ്വാസം. നമ്മെ യേശുവെന്ന ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ആ ആളുടെ മേൽ നമ്മെ തന്നെ എടുത്തു വെക്കാൻ അവനെ അനുവദിക്കുന്ന ആ തീരുമാനവും പ്രവൃത്തിയുമാണ് സത്യവിശ്വാസം. അപ്പൊ ലോകത്തിന്റെ പാപം ചുമക്കുന്ന എന്ന വാക്കിന് അർത്ഥം കിട്ടി. പാപമയമായ നമ്മുടെ അവസ്ഥയെയും നമ്മെ തന്നെയും ചുമക്കാൻ ദൈവം ഏർപ്പാട് ചെയ്ത ആളാണ് നസ്രത്തിലെ യേശു. ഇതാണ് ഈ യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപം ചുമലിൽ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്ക് സ്വാഭാവികമായി ചോദിക്കാം, എന്താണ് ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ? സ്നാപകൻ യേശുവിനെ അവതരിപ്പിക്കാനോ ഉപയോഗിച്ച ശീർഷകമാണിത്. ലത്തീൻ കുർബാനയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന തൊട്ട് മുമ്പ് ഈ തിരുവചനമാണ് പറയുന്നത്. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന്, ചില്ലറ അമ്പരപ്പല്ല ഈ തിരുവഴുത്ത് സൃഷ്ടിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട്, അർത്ഥം ഉരുക്കഴിക്കാൻ എളുപ്പമല്ലാത്ത പ്രകേളികയാണ് ഈ വാക്ക്, ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മൾ കേട്ട് തഴപ്പിച്ചത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിന്റെ ആ അമ്പരപ്പ്, ഞെട്ടല് അനുഭവപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ കുഞ്ഞാട് എന്നൊരു ആട്ടിൻകുട്ടിയല്ലേ? യേശുവിനെ കുഞ്ഞാട് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ലോകത്തിന്റെ പാപം ഒരു കുഞ്ഞാട് എങ്ങനെയാണ് ഏറ്റെടുക്കുക? ജീവിതത്തിന്റെ പ്രണാമാർത്ഥവും പൊരുളും സത്തയും യാഥാർത്ഥ്യവും മനുഷ്യനിൽ നിന്ന് സമൂലം കവർച്ച ചെയ്യുന്നതാണ് ഈ പാപം. അതാണ് ഞാൻ പറഞ്ഞ പാപമയമായ അവസ്ഥ എന്ന് പറഞ്ഞല്ലോ. ജീവിതത്തിന്റെ പ്രണവാർത്ഥവും പൊരുളും സത്തയും യാഥാർത്ഥ്യവും എല്ലാം കവർച്ച ചെയ്യപ്പെടുകയാണ് പാപം ചെയ്യുമ്പോൾ. അങ്ങനെ പാപമയമായ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ആ പാപം ഈ കുഞ്ഞാടിന് ചുമക്കാൻ കഴിയുന്നത് എങ്ങനെ? എടുത്തു മാറ്റാൻ കഴിയുന്നത് എങ്ങനെ? ഇതൊക്കെ ചോദ്യമാണ്. അപ്പൊ യേശുവിന് ഒരു ആട്ടിൻകുട്ടിയായിട്ട് ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? ഈ പരിശുദ്ധാത്മനെ പ്രാവായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത് പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കൃത്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കൊരു ആദ്യം ഒരു ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ ആദ്യം കണ്ടു കഴിഞ്ഞിട്ട് ഇതിന്റെ 5 അർത്ഥങ്ങൾ അവസാനം കാണാം. കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെടുന്ന കുഞ്ഞാടിനോട് കർത്താവിന്റെ സഹനദാസനെ യശയ്യാ പ്രവാചകൻ തുലനം ചെയ്യുന്നുണ്ട്. യശയ്യാ 53:7, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വാ തുറന്ന് എന്തെങ്കിലും ഉരിയാടിയില്ല. പെസഹ കുഞ്ഞാടിനെ പെസഹ തിരുനാൾ ദിനത്തിലാണ് പെസഹ തിരുനാൾ ദിനത്തിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്കിത് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വാ തുറന്ന് എന്തെങ്കിലും ഉരിയാടിയില്ല. പെസഹ കുഞ്ഞാടിനെ പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ദിനത്തിലാണ് യേശു കൊല്ലപ്പെടുന്നത്. അപ്പൊ ഈ തിരുവചനത്തിന്റെ ആ പ്രാധാന്യം ഇങ്ങനെ ശോഭയോടെ വെട്ടിത്തിളങ്ങുകയാണ്. യഥാർത്ഥ പെസഹ കുഞ്ഞാടായി യേശു പ്രത്യക്ഷപ്പെടുക. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയത്ത് യേശു കുരിശിൽ മരിക്കുന്നു. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന്റെ സമയത്തെ ഈ ഈജിപ്തിലെ പുറപ്പാട് നടക്കുന്ന തൊട്ട് മുമ്പ് പെസഹ ആചരിച്ചിട്ടാണല്ലോ പുറപ്പാട്. അപ്പൊ പെസഹായും പുറപ്പാടും പരസ്പരം ബന്ധമുണ്ട്. ഈ പെസഹ ഭക്ഷിച്ചിട്ടാണ് പുറപ്പാട്. അപ്പൊ പെസഹായും പുറപ്പാടും അതേക്കുറിച്ചുള്ള തിരുവചനങ്ങൾ യേശുവില് പൂർത്തിയാവുകയാണ്. ഈജിപ്തിലെ മരണത്തിൽ നിന്നുള്ള വിമോചനമായിരുന്നു പെസഹ കുഞ്ഞാട് പ്രതീകവൽക്കരിച്ചത്. പെസഹ, പുറപ്പാട്, ഒന്നിന് പുറകെയാണ് മറ്റത്. അപ്പോൾ ഈ പെസഹ ഭക്ഷിച്ചിട്ട് വേണം ഈജിപ്തിന് പുറപ്പെടാൻ. അപ്പോൾ ഈജിപ്തിലെ മരണത്തിൽ നിന്നുള്ള വിമോചനം, അതാണ് ഈ പെസഹ കുഞ്ഞാടിന്റെ അറക്കുന്നതിലൂടെ അവർ ചിത്രീകരിച്ചത്. പുറപ്പാടിലേക്കുള്ള വിട്ടയക്കലും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയും ഈ പെസഹ ഭക്ഷണം ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ധൃതിയിൽ ആരെയൊക്കെ മുറുക്കി ധൃതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. തിരുവത്താനത്തിന്റെ വെളിച്ചത്തില് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഈ കുഞ്ഞാട് പ്രതീകം വളരെ സാരഗർഭമുള്ളതായി പ്രസക്തിയുള്ളതായി തീർന്നു. ഈ കുഞ്ഞാട് പ്രതീകത്തെ പൗലോസിന്റെ രചനകളിൽ കാണാം. 1 കൊരിന്ത്യർ 5:7, യോഹന്നാന്റെ സാഹിത്യത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 19:36, പത്രോസിന്റെ ആദ്യ ലേഖനത്തിൽ കാണാം
1 പത്രോസ് 1:19, വെളിപാട് പുസ്തകത്തിൽ കാണാം, വെളിപാട് 5:6. അപ്പൊ ഈ മിക്കവാറും എല്ലാ സ്ലീഹന്മാരുടെയും രചനകളിൽ ഈ കുഞ്ഞാട് പ്രതീകം പ്രത്യക്ഷപ്പെടുന്നു. തീർന്നില്ല. താലിയ എന്ന ഹീബ്രു വാക്കാണ് താലിയ. അതിന് കുഞ്ഞാട് എന്നർത്ഥമുണ്ട്, ആൺകുട്ടി എന്നർത്ഥമുണ്ട്, ദാസൻ അല്ലെങ്കിൽ ഭൃത്യൻ എന്നർത്ഥമുണ്ട്. അപ്പൊ സ്നാപക യോഹന്നാൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പദസന്ധി ഉപയോഗിക്കുമ്പോൾ താലിയ എന്നുള്ള ഹീബ്രു വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ദാസൻ. എന്താണ് ദൈവത്തിന്റെ ദാസൻ? കർത്തൃദാസൻ. 4 കീർത്തനങ്ങളാണ് യെശയ്യായുടെ ഗ്രന്ഥത്തിലുള്ളത്. 42 അധ്യായം തൊട്ട് 53 ഒരു അധ്യായങ്ങളിൽ 4 കീർത്തനങ്ങളുണ്ട് ഈ കർത്തൃദാസനെ കുറിച്ച്. ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പകരമായി നിന്ന് അവരുടെ പ്രതിനിധിയായി സ്വയം ബദലായി തന്നെ പരിഹാരമായി സമർപ്പിച്ച ദൈവത്തിന്റെ സഹനദാസൻ. അതാണ് ഈ യെശയ്യാ പറഞ്ഞത്. അതായത് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഒരാൾ വേണം. ആ ചിന്തയാണ്. അതിനെയാണ് ഈ സഹനദാസൻ. മറ്റുള്ളവരുടെ ഈ ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരാൾ ഏറ്റെടുത്ത് അവനങ്ങ് കൊലയ്ക്ക് കൊടുക്കുക. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുക. ആ ചിന്തയാണ് ഈ സഹനദാസനെ കുറിച്ചുള്ളത്. ആ സഹനദാസൻ യേശുവാണ് എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പെസഹ കുഞ്ഞാട് എന്നൊരു സാക്ഷ്യമുണ്ട്. 2, കർത്താവിന്റെ സഹനദാസൻ എന്നൊരർത്ഥമുണ്ട്. ലോകത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും അവ തുടച്ചു മാറ്റുകയും ചെയ്യുന്ന പെസഹ കുഞ്ഞാടാണ് യേശു എന്ന ഈ 2 കാര്യങ്ങളിലൂടെ യോഹന്നാൻ അവതരിപ്പിക്കുക. കുരിശിൽ മരിക്കുന്ന രക്ഷകൻ, ലോകത്തിന്റെ പാപങ്ങൾക്ക് പകരക്കാരനായി മരണം വരിക്കുന്നത് ബലിമൃഗത്തെ പോലെ അതിരുകളില്ലാത്ത ക്ഷമാബലത്തോടെയാണ്. വാ തുറഞ്ഞവൻ അവന് ഉരിയാടിയില്ല. അങ്ങേറ്റം ക്ഷമാശീലത്തോടെയാണ്. നിഷ്കളങ്കമായ തന്റെ മരണത്തിന്റെ പ്രായശ്ചിത്ത ശക്തിബലത്തിലൂടെ ലോകത്തിന്റെ കൊടും പാപവും കുറ്റവും കളങ്കവും അവൻ മായ്ച്ചു കളയുകയും തൂത്തുമാറ്റുകയുമാണ്. ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനത അനുഭവിച്ച ഞെരുക്കത്തിന്റെ അന്തിമനാളിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തമാണ് രക്ഷയുടെ താക്കോലായത്. പെസഹ കുഞ്ഞാടിന്റെ കുഞ്ഞ് കൊന്നിട്ട് ഈ കട്ടലപ്പട്ടിൽ തെളിക്കുകയാണ്. അത് കാണുമ്പോൾ, ആ രക്തക്കറ കാണുമ്പോൾ സംഹാരദൂതൻ, മരണത്തിന്റെ മാലാഖ ആ കുടുംബങ്ങളെ ഒഴിവാക്കിയിട്ടാണ് ശിക്ഷ നടപ്പാക്കുന്നത്. അപ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തമാണ് രക്ഷയുടെ താക്കോൽ. ഇപ്പോൾ സഹനദാസനായി മാറിയിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, കുഞ്ഞാടായി മാറിയിരിക്കുന്ന പെസഹ കുഞ്ഞാടായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, ഒന്നുകൂടി പറഞ്ഞാൽ കുഞ്ഞാടായി മാറിയ സാക്ഷാൽ ഇടയൻ, ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല ലോകം മുഴുവന്റെയും വിമോചനത്തിന് വേണ്ടിയാണ്, മനുഷ്യവംശത്തിന്റെ സാകല്യത്തിൽ അതിനെ വിമോചിക്കാൻ വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ യേശുവിന്റെ സാർവത്രിക നിയോഗ ദൗത്യം എന്ന വലിയ പ്രമേയത്തിലേക്ക് ഈ സ്നാപക യോഹന്നാൻ കൈചൂണ്ടുകയാണ്. ഇസ്രായേൽ അതിനു വേണ്ടിയല്ല നിലനിന്നതും നിലകൊണ്ടതും. ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുന്ന പാത എന്താണ് എന്ന് ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തേ. വിജാതിയർക്ക് പ്രകാശമാകാൻ, വെളിച്ചമാകാൻ, എല്ലാ മനുഷ്യരെയും ദൈവം വിളിക്കുന്ന പാത, ഏത് പാതയിലേക്ക് വരണമെന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ വിളിച്ചത്. അപ്പൊ അവരെ വിളിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടി നിലകൊള്ളാനോ നിലനിൽക്കാനോ അല്ല ദൈവം അവരെ വിളിച്ചത്. സാർവലൗകികവും, അതായത് എല്ലാ ലോകത്തെയും ബാധിക്കുന്നത്, സാർവജനീനവും, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നത്, സാർവലൗകികവും സാർവജനീനവുമായ ഒരു ചക്രവാളം ഇസ്രായേലിനുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് അവരുടെ ആ ദൗത്യം നിറവേറ്റുന്നതിൽ ഇസ്രായേൽ പൂർണ്ണമായി വിജയിച്ചില്ല. ആ വിളി, ഇസ്രായേലിന് നൽകപ്പെട്ട വിളി, അത് യേശു ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. ലോകത്തിന്റെ പാപം വഹിക്കുന്ന, ഇസ്രായേലിന് മാത്രം പാപം വഹിക്കുന്നല്ല, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ അവന്റെ യാത്രയുടെ തുടക്കത്തിലാണ്, ഇത് 1-ാമത്തെ അധ്യായത്തിലാണ്, യോഹന്നാനെ കുറിച്ചുള്ള 1-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ യേശുവിന്റെ പ്രേക്ഷിത ദൗത്യ യാത്രയുടെ ആരംഭത്തിൽ തന്നെ ഈ ബലിയാട്, അപ്പോ നമ്മൾ ഇപ്പൊ 3-ാമത്തെ കാര്യം നമ്മൾ പറയണം. ആദ്യം പെസഹ കുഞ്ഞാടെന്ന് പറഞ്ഞു, 2 താലിയ സഹനദാസൻ എന്ന് പറഞ്ഞു, 3 ബലിയാട്. മറ്റെല്ലാവർക്കും വേണ്ടി ഇല്ലേ ഒരുവൻ, ബലിയാട് ആശയത്തെ പ്രതിഷ്ഠിക്കുകയാണ്.
ഈ ഒരിത്തിരി ചെറിയ വൃത്തത്തിനുള്ളിൽ തടവിൽ കിടക്കുന്നതല്ല യേശുവിന്റെ അവതാര ദൗത്യം. പരിമിതമായ വിസ്തൃതിയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് കവിഞ്ഞൊഴുകാൻ നിയോഗം ലഭിച്ചതാണത്. അത് സുവിശേഷം തിരുനടയിൽ തന്നെ കൊത്തിവെക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ യേശുവിന്റെ മാമോദീസായുടെ വ്യാഖ്യാനമാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ശീർഷകം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടായിരുന്നു ഈ മാമോദീസ. ആ മാമോദീസയ്ക്ക് സ്നാപയോനം കൊടുക്കുന്ന വ്യാഖ്യാനമാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ശീർഷകം. മരണക്കയത്തിലേക്കുള്ള അവന്റെ ഇറക്കം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. കഴിഞ്ഞ ഞായറാഴ്ച മരണക്കയത്തിലേക്കുള്ള അവന്റെ ഇറക്കം, അഥവാ അത് കുരിശിന്റെ ദൈവശാസ്ത്രമാണ്. മരണക്കയത്തിലേക്ക് ഇറങ്ങുന്നതും കുരിശിലേക്ക് കയറുന്നതും ഒരൊറ്റ സംഭവത്തിന്റെ രണ്ട് ചക്രവാളങ്ങളാണ്, മാനങ്ങളാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണ്. അതാണ് വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ആ ചിത്രം കൊണ്ട് സ്നാപകൻ വ്യാഖ്യാനിക്കുന്നത്. വെള്ളത്തിൽ യേശു കയറുമ്പോൾ എന്താണ് സംഭവിച്ചത് 4 സുവിശേഷകന്മാരും പറഞ്ഞിട്ടുണ്ട്. ആകാശം പിളർക്കപ്പെട്ടു, മർക്കോസ്. മറ്റു സുവിശേഷകന്മാർ പറയുന്നത് ആകാശം തുറന്നുവെന്നാണ്, തുറക്കപ്പെട്ടു. ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു, സ്വർഗത്തിൽ ഒരു സ്വരമുണ്ടായി. അപ്പോ ഇതെല്ലാം കാണിക്കുന്നത് യേശു ആരാണ് എന്നാണ്. യേശു ആരാണ്? ഇത്രയും പറഞ്ഞതിന്റെ വെളിച്ചത്തില് നമുക്ക് പറയാം 5 കാര്യങ്ങളാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന വാക്കിനകത്ത് അല്ലെങ്കിൽ ശീർഷകത്തിനകത്തുള്ളത്. 1, ബലിയാട്. ബലിയാട് ബലിയാട് പാപത്തിനുള്ള ശിക്ഷ മരണമാണ്. റോമാലേഖനം 6:23. പാപത്തിന്റെ വേദന മരണമാണ്. നീ വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം മരിക്കും. ആ മരണം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഈ അറിവിന്റെ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് മരണം? ആ മരണത്തിന്റെ വിവിധ ശാരീരിക മരണം മാത്രമല്ല എന്ന് നമ്മൾ മരണത്തെക്കുറിച്ച് തന്നെ ഒരു ധ്യാനമായിരുന്നു അത്. അപ്പം അത് നിങ്ങൾ കാണുക. അപ്പൊ പാപത്തിനുള്ള വേദനം മരണമാണ്. ഏത് പാപം ചെയ്താലും മരണശിക്ഷയാണ് നമുക്ക് ലഭിക്കുക. ഈ പാപം ചെയ്ത മനുഷ്യനെ, മരണശിക്ഷയ്ക്ക് അർഹനായവനെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ഈ ഇരയോട് അനീതി ചെയ്യുന്നതായിരിക്കും. വിലകെട്ട മോചനമാകും. ഇരയോട് അനീതി കാണിക്കാതെ കുറ്റക്കാരനെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ മറ്റൊരു ജീവൻ പകരം കൊടുക്കണം. ഇതിനെയാണ് രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല എന്ന് ഹെബ്രായ ലേഖനം 9:22 പറയുന്നത്. അപ്പൊ ഇത് ആളുകൾക്ക് അറിയാമായിരുന്നു. വാസ്തവത്തിൽ എല്ലാ മതങ്ങളും ചുറ്റിക്കറങ്ങുന്നത് ഈ ഒരു അച്ചുതണ്ടിലാണ്, എല്ലാ മതങ്ങളും. അപ്പൊ ആദ്യം മനുഷ്യൻ കരുതിയത് ഈ പകരം കൊടുക്കുന്ന ഈ രക്തച്ചൊരിച്ചില് മനുഷ്യന്റെ ആയിരിക്കണമെന്നാണ്. അങ്ങനെയാണ് മനുഷ്യക്കുരുതികൾ ഉണ്ടായത്. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഈ മനുഷ്യക്കുരുതികൾ ഉണ്ടല്ലോ. മന്ത്രവാദത്തിൽ കുട്ടികളെ കൊടുക്കുക ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇസഹാക്കിന് ബലി കഴിക്കാൻ തയ്യാറാകുന്ന അബ്രഹാമിന്റെ കഥയുടെ ആദ്യ ഭാഗവും അതുതന്നെയാണ്. മറ്റു മതങ്ങളിലുള്ളത് പോലെ ദൈവം മനുഷ്യക്കുരുതി ആഗ്രഹിക്കുന്നെന്നാണ് അബ്രഹാം കരുതിയത്. എന്നാൽ മറ്റുള്ളവരെ പാപം വഹിക്കാൻ കെൽപ്പില്ലാത്ത പാവികളായ മനുഷ്യരെ കുരുതി കൊടുക്കരുതെന്ന്, മനുഷ്യക്കുരുതി പാടില്ലെന്ന് കർത്താവായ ദൈവം മാലാഖയെ അയച്ച് അവന്റെ കത്തി തടഞ്ഞ് കൊച്ചിനെ തുടരുത് എന്ന് പറഞ്ഞ് വിലക്കി. അപ്പോൾ തോന്നി മൃഗബലികളാണ് വേണ്ടത്. അപ്പോൾ അബ്രഹാം ഒരു ആടിന് ബലി കൊടുത്തു. അങ്ങനെ മൃഗബലികൾ തുടങ്ങി. മനുഷ്യക്കുരുതി നിർത്തലാക്കിയപ്പോൾ മൃഗബലികൾ. പക്ഷേ മൃഗബലികൾ കൊണ്ട് കാര്യമുണ്ടോ? കോലാടിന്റെയോ മുട്ടാടിന്റെയോ കാളക്കിടാവിന്റെയോ കോഴിയുടെയോ കുരുതി കൊടുത്തിട്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമാകുമോ? ഹെബ്രായ ലേഖനം 10:4. മനുഷ്യരല്ലേ പാപം ചെയ്യണേ, മൃഗമല്ല പാപം ചെയ്യുന്നുണ്ടോ? മനുഷ്യർ പാപം ചെയ്തിട്ട് ഒരു മൃഗത്തിന്റെ രക്തം കൊടുത്താൽ എങ്ങനെ ശരിയാകും? മാത്രമല്ല, ഏതെങ്കിലും മൃഗം മനുഷ്യന് തുല്യമാണോ? മനുഷ്യാന്തസ്സിന് തുല്യമാണോ? ഏതെങ്കിലും മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? മനുഷ്യൻ ചെയ്ത പാപം മനുഷ്യർ തന്നെ പരിഹരിക്കണ്ടേ? അതല്ലേ സ്വാഭാവിക നീതി, പ്രകൃതി നൽകിയിരിക്കുന്ന നീതി. അപ്പോൾ മനുഷ്യക്കുരുതിയെ തന്നെ വേണമെന്നാണ് ഒരു അർത്ഥം വരണേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പാപമുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. പാപമുള്ളവൻ അവന്റെ ജീവൻ പ്രാണം കൊടുത്തിട്ട് പാപമുള്ളവൻ രക്ഷിക്കാൻ പറ്റുമോ? തീർന്നില്ല. എല്ലാ പാപം സത്യത്തിനും നീതിക്കും എതിരാണ് അല്ലേ? അതുകൊണ്ട് ദൈവത്തിനെതിരല്ലേ? ദൈവത്തിനെതിരായ പാപം മനുഷ്യൻ എങ്ങനെ ക്ഷമിക്കുക? ദൈവത്തിനല്ലേ പാപം ക്ഷമിക്കാൻ പറ്റൂ? ദൈവത്തിനെ ക്ഷമിക്കാൻ പറ്റൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് നോക്കിയാൽ
നമ്മെ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു പ്രാണൻ കൊടുക്കണം, പകരം ഒരു ജീവൻ കൊടുക്കണം. ഇതാണ് രക്തച്ചൊരിച്ചിൽ എന്ന് പറയണേ. അത് മൃഗരക്തം പോരാ, മനുഷ്യന്റെ തന്നെ ആയിരിക്കണം. പക്ഷേ പാപമുള്ള മനുഷ്യന്റെ പറ്റില്ല. എല്ലാ മനുഷ്യരും പാപികളാണ്. അപ്പം മനുഷ്യന്റെ പറ്റില്ല. തീർന്നില്ല, ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റൂ. അപ്പോൾ പാപം ഏറ്റെടുക്കണമെങ്കിൽ ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഒരു പകരം ജീവൻ കൊടുക്കണം. ഇരയോട് അനീതി കാണിക്കാതെ കുറ്റക്കാരനെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന് പറയുന്ന അർത്ഥം ഇതാണ്. അങ്ങനെ പകരം കൊടുക്കണം. അത് മൃഗജീവൻ പോരാ, മനുഷ്യന്റെ ജീവൻ തന്നെ വേണം. പക്ഷേ മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ കഴിയില്ലാത്തതിനാൽ, പാപം തൂത്തുകളയാൻ പറ്റാത്തതിനാൽ ദൈവം തന്നെ ചെയ്യണം അത്. അപ്പൊ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാള്, ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ ഒരാള് അവന്റെ ജീവൻ പകരം കൊടുത്താലേ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണശിക്ഷയിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ പറ്റൂ. അങ്ങനെ അത് ചെയ്താലേ മനുഷ്യന് ചേർന്ന രക്ഷയാകൂ, മനുഷ്യന് അന്തസ്സിന് ചേർന്ന രക്ഷയാകൂ. നമ്മൾ ഉൾച്ചേരണം, മനുഷ്യനായിരിക്കണം, പക്ഷെ ദൈവമായിരിക്കണം. ഇങ്ങനെ ഒരാളേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഒരു മതസ്ഥാപകനും ഈ പറഞ്ഞ വ്യവസ്ഥകളില്ല. ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ വേറൊരാളുണ്ടോ ചരിത്രത്തില്? യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ടാണ് ഏക രക്ഷകൻ എന്ന് നമ്മൾ പറയുന്നത്, ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ച ഏക വ്യക്തിയാണ് നസറത്തിൽ യേശു. അതുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി ബലിയാടായി തീർന്നെന്ന് പറയണേ. ബലിയാട്, നമുക്ക് വേണ്ടി ബലിയാട്. ഇതാണ് ഒന്നാമത്തെ അർത്ഥം, ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ. രണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പെസഹ കുഞ്ഞാട്. ഈ പെസഹ കുഞ്ഞാടിന്റെ ബലിയാട് എന്നതിന്റെ ഒരു അർത്ഥം, അതിന്റെ ഒരു മൂർത്തരൂപം നമ്മൾ കാണാൻ പെസഹായില് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വാഗ്ദാന ദേശത്തിലേക്കുള്ള കടന്നു പോകുന്നത് പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്നതോടുകൂടിയാണ്. പെസഹ കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേലിന് ദൈവം നൽകിയ രക്ഷയുടെ അടയാളമാണ്. മാത്രമല്ല, പെസഹ കുഞ്ഞാടിന്റെ മാംസം ഒരു ലിറ്റർജിയുടെ ആഘോഷത്തിൽ അവർ ഭക്ഷിക്കണമെന്നും പറഞ്ഞു. പുറപ്പാട് 12:1-27. 3 പെസഹ തിരുനാളിൽ യേശു പങ്കെടുക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച്. ആ 2-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിന്റെ പെസഹ എന്ന് വിളിക്കാവുന്ന ഒരു പെസഹ, പിന്നെ 6-ാമത്തെ അധ്യായത്തിൽ അപ്പത്തിന്റെ പെസഹ എന്ന് വിളിക്കാവുന്നത്, പിന്നെ 13-ാമത്തെ അധ്യായത്തിൽ കുഞ്ഞാടിന്റെ പെസഹ എന്ന് വിളിക്കാവുന്നത്. അപ്പോൾ ദേവാലയത്തിന്റെ പെസഹ, അപ്പത്തിന്റെ പെസഹ, കുഞ്ഞാടിന്റെ പെസഹ, ഇങ്ങനെ 3 പെസഹയിലാണ് യേശു പങ്കെടുക്കുന്നത്. പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന ആ കടന്നുപോക്ക്, ആ പുറപ്പാട് സാധ്യമാക്കുന്ന പെസഹ കുഞ്ഞാടാണ് യേശു എന്നാണ് ഈ 3 പെസഹ തിരുനാൾക്ക് പങ്കെടുത്തുകൊണ്ട് അവൻ വെളിപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പെസഹ തിരുനാളിന് കുഞ്ഞാടുകൾ അറക്കുന്ന അതേ സമയത്ത് 3 മണിക്കാണ് യേശു കൊല്ലപ്പെടുന്നത്. തീർന്നില്ല, പെസഹ കുഞ്ഞാന്റെ അസ്ഥികൾ തകർക്കപ്പെടാൻ പാടില്ലാത്തതുപോലെ യേശുവിന്റെ അസ്ഥികൾ തകർക്കപ്പെട്ടില്ല. ഹിസോപ്പ് ചെടി, അതിന്റെ തണ്ടുപയോഗിച്ചിട്ടാണ് പെസഹ കുഞ്ഞാന്റെ രക്തം കട്ടലപ്പടിയിൽ തളിച്ചത്. ഹിസോപ്പ് ചെടിയുടെ അതിന് തണ്ടുപയോഗിച്ചിട്ടാണ് യേശുവിന് കുടിക്കാൻ കൊടുക്കുന്നത് കുരിശില്. അപ്പം യേശു പെസഹ കുഞ്ഞാടായിട്ട് യോഹന്നാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെസഹ കുഞ്ഞാടാണ്, അവന്റെ രക്തമാണ് രക്ഷയുടെ താക്കോല്. രക്ഷയുടെ താക്കോല് അവന്റെ രക്തമാണ്. അതാണ് പെസഹ കുഞ്ഞാട് എന്ന വാക്കിനർത്ഥം. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വെച്ചാൽ പെസഹ കുഞ്ഞാടാണ്. രക്ഷയുടെ താക്കോല് അവന്റെ രക്തമാണ്. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു തന്നെ അതിന്റെ സംഗ്രഹം പറയാണ്, സഹനദാസൻ. താലി എന്ന വാക്കിന് ഈ കുഞ്ഞാട് എന്ന് മാത്രമല്ല, ദാസൻ ഭൃത്യൻ എന്ന അർത്ഥമുണ്ട്. ആടുകളെയും കാളകളെയും വഴിപാടായി കൊടുക്കുന്ന മൃഗബലിയല്ല വേണ്ടതെന്നും മറ്റുള്ളവരുടെ പാപങ്ങളുടെ മോചനത്തായി വേണ്ടത് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന സഹനദാസനാണെന്നും യെശയ്യാ പഠിപ്പിച്ചു. യെശയ്യാ 53:7-12 വരെ. കത്തോലിക്ക സഭയുടെ മതബോധനം 608 നിങ്ങൾക്ക് വായിക്കാം. നിഷ്കളങ്കനായ കുഞ്ഞാട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ മിശിഹ കുരിശിലേക്ക് നയിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് താലി എന്ന ഹീബ്രു പദത്തോട് കുഞ്ഞാടും ദാസനും എന്ന അർത്ഥമുള്ള ആ വാക്ക് തന്നെ യോഹന്നാൻ ഉപയോഗിച്ചത്. കർത്താവിന്റെ ദാസൻ, താലിയ ദ് ലാഹ എന്നാണ് ആരാമിയ പദത്തിൽ, സുറിയാനി താലിയ ദ് ലാഹ. ദൈവദാസൻ എന്നും ദൈവ കുഞ്ഞാടെന്നും അർത്ഥമുണ്ട്. ഇപ്പം ഈ മോശയുടെ കഥ പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി പറയാണ് ഈ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം എന്നുള്ളത്.
ഈ ഇസ്രായേൽ ജനത്തിന്റെ ഉത്ഭവഭാവം എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് കാളക്കുട്ടിയെ ആരാധിച്ചത്. ആ കാളക്കുട്ടിയുടെ ആരാധനയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ, ലിറ്ററേച്ചറിന്റെ ക്ലാസ്സിൽ കണ്ടതാണ്. എന്താണ് അതിന്റെ പ്രശ്നം എന്നൊക്കെ നമ്മൾ കണ്ടു. ഈ ജനാഭിമുഖ കുർബാന അതൊരു സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയാന്നൊക്കെ നമ്മൾ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അത് ആ പാപം, അതായത് ഒന്നാം പ്രമാണത്തിനെതിരായ പാപമാണ് അവർ ചെയ്തത്. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ വളരെ വലിയ പാപമാണ് ചെയ്യുന്നത്. അങ്ങനെ മോശ അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോശ കുറച്ച് ശാന്തനായി കഴിഞ്ഞപ്പോൾ ജനത്തോട് പറയുകയാണ്, ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്ക് പോകാം. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ, പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് പറ്റും. അങ്ങനെ മോശ പിറ്റേ ദിവസം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ദൈവത്തോട് മോശ പറയാണ്, ബ്ലോട്ട് ഔട്ട് ദ സിൻസ് ഓഫ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തിൻ്റെ പാപം നീ എടുത്തു മാറ്റുക. ബ്ലോട്ട് ഔട്ട്, എൻ്റെ ജനത്തിൻ്റെ പാപം നീ തൂത്തുമാറ്റുക, തൂത്ത് കളയുക. ഇല്ലെങ്കിൽ ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ദാറ്റ് യു ഹാവ് റിട്ടൺ. ഇനി അതിന് നീ തയ്യാറല്ലെങ്കിൽ നീ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയുക. എൻ്റെ ജനത്തിൻ്റെ പാപം മായ്ച്ചു കളയുക. ഇല്ലെങ്കിൽ എൻ്റെ പേര് നിത്യജീവന്റെ പുസ്തകത്തിൽ നിന്നും വെട്ടിക്കളയുക, മായ്ച്ചു കളയുക. ഇസ്രായേൽ ഓരോ പ്രാവശ്യം പാപം ചെയ്തപ്പോഴും ഇതായിരുന്നു മോശയുടെ പ്രാർത്ഥന. പുറപ്പാട് 32-32. ഓരോ പ്രാവശ്യം ഇസ്രായേൽക്കാർ തെറ്റ് ചെയ്യുമ്പോഴും മോശ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഓരോ പ്രാവശ്യം ദൈവം പ്രാർത്ഥന കേൾക്കും. എന്നിട്ട് ഇസ്രായേലിന്റെ പാപം എടുത്തിട്ട് മോശയുടെ മേലിടും. അങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം മോശ ഒരു പാപക്കൂമ്പാരമായി. അങ്ങനെ വിശുദ്ധ നാട്ടിൽ പ്രവേശിക്കാൻ പറ്റാതെ ആ പുഴയുടെ, ജോർദാൻ നദിയുടെ അപ്പുറത്ത് അവൻ മരിക്കുകയാണ്. ജനത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് ഒരു പാപക്കൂമ്പാരമായി വിശുദ്ധ നാട്ടിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാതെ അല്ലെങ്കിൽ പറ്റാതെ പുറത്ത് മരിക്കുകയാണ് മോശെ. 2 കൊറിന്ത്യൻസ് 2 കൊറിന്ത്യർ 5:21 പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി എന്ന് പൗലോസ് പറയുന്നുണ്ട്. പാപമില്ലാത്തവനെ അവൻ ദൈവം പാപമാക്കി. നമ്മുടെ പാപം മുഴുവൻ യേശുവിന്റെ മേലിട്ടു. എന്നിട്ട് അവനെ വിശുദ്ധ നഗരത്തിന് പുറത്ത് വെച്ച് കൊന്നുകളഞ്ഞു, മോശയെ പോലെ. അപ്പൊ ജനത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു ദാസൻ, സഹനദാസൻ, കർത്തൃദാസൻ. ആ അർത്ഥമാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. മോശയുടെ ചിത്രം നോക്കി യേശുവിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പിതാവേ അവരോട് ക്ഷമിക്കണേ, അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ജനത്തിന്റെ പാപം മുഴുവൻ പിതാവ് ആ പ്രാർത്ഥന കേട്ട് കർത്താവിന്റെ മേലെ ഇടുകയാണ്. കർത്താവിനെ എന്നിട്ട് കുരിശിൽ കൊല്ലുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ മരണച്ചിട്ട് ഏറ്റെടുത്ത് മറ്റൊരുത്തൻ മരിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ അർത്ഥം. നാലാമത്തെ അർത്ഥം വെളിപാടിന്റെ കുഞ്ഞാട്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ഒരു കുഞ്ഞാടിനെ കാണുന്നുണ്ട്. കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. വെളിപാട് 5:6. മരണത്തിലൂടെ ജീവനും ഉയർപ്പും നൽകുന്ന കുഞ്ഞാടിനെയാണ് സൂചിപ്പിക്കുന്നത്. മരണത്തിലൂടെ ജീവനും ഉയർപ്പും നൽകുന്ന കുഞ്ഞാട്. മരിച്ചൊരു താവളത്തിൽ പോയി. എന്നിട്ട് അവിടെയുള്ള ഈ കാത്തിരിക്കുന്ന വിശുദ്ധരുടെ സുവിശേഷം പ്രസംഗിച്ച് അവർ ഉയർപ്പിച്ചു. അവിടെ തടവിലിട്ടിരിക്കുന്ന ഈ വീണുപോയ മാലാഖമാരോട് പറഞ്ഞു, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് കർത്താവ് നരകത്തിന്റെ താക്കോലും മരണത്തിന്റെ താക്കോലും കൈക്കലാക്കി സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ഇതാണ് എന്നിട്ട് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, പക്ഷെ അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ടത് പക്ഷെ എഴുന്നേറ്റ് നിൽക്കുന്നു. മരണത്തിലൂടെ ജീവനും ഉയർപ്പം നൽകുന്ന കുഞ്ഞാട്. ആ ഒരർത്ഥവും ഇവിടെയുണ്ട്. ബലിയാടായി, പെസഹ കുഞ്ഞാടായി, സഹനദാസനായി അറുക്കപ്പെട്ടവനാണ്, അവനാണ് ഉയർപ്പ് നൽകുന്നത്. ഈ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത അനശ്വരമായ ജീവൻ നൽകുന്നത് അവനാണ്. അതുകൊണ്ട് അവനു വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവര് വിശുദ്ധർ എന്തുമാത്രം. കാരണം ഇങ്ങനെ നേടിയിരിക്കുന്ന ഒരാളേ ഉള്ളൂ. പല മതങ്ങളും മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുകയാണ്. ഇവിടെ സ്വയം ബലിയാടാകുകയാണ്. അവസാനമായിട്ട് അഞ്ചാമത്തെ അർത്ഥം നിഷ്കളങ്ക കുഞ്ഞാട്. സാഹിത്യത്തിലും ഭാഷയിലൊക്കെ നിഷ്കളങ്കതയുടെ പര്യായമാണ് കുഞ്ഞാട്. അപ്പോൾ ഭാഷാശാസ്ത്രപരമായ അർത്ഥം ദൈവശാസ്ത്രം ആവിഷ്കരിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നു. അതായത് നിഷ്കളങ്കനായ കുഞ്ഞാട്. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നുവെന്ന്, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പറയുന്നുണ്ട് ശതാധിപൻ. പക്ഷെ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ കിടക്കണേ. അപ്പോൾ നിഷ്കളങ്കനായ നീതിമാനായ ഒരുത്തൻ. ആ ഒരുത്തനാണ് നീതിരഹിതർക്ക് വേണ്ടി പാപങ്ങളെല്ലാം ഏറ്റെടുത്തത്. അങ്ങനെയുള്ള ഒരാൾക്കെ പറ്റും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവത്തിന് അനന്തമായ സ്നേഹമാണ്. ഇത് പരിധികളില്ലാത്ത നീതിയല്ല ദൈവം ആവശ്യപ്പെട്ടത്. ശരിക്കും നീതി ആവശ്യപ്പെട്ടു. ദൈവം നീതി ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ദൈവം നീതിമാനല്ലെന്ന് വരും.
പക്ഷെ ആ നീതി മനുഷ്യർ തന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് കണ്ടപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി. എന്നിട്ട് മനുഷ്യരുടെ സ്ഥാനത്ത് നിന്ന് മനുഷ്യർക്ക് വേണ്ടി ദൈവപിതാവിന് ആ നീതി രക്തച്ചൊരിച്ചില് പ്രാണൻ കൊടുത്തു. അങ്ങനെ ഇരകളോട് അനീതി കാണിക്കാതെ കുറ്റക്കാർക്ക് മാപ്പ് നൽകി. ഇരകളോട് അനീതി കാണിക്കാതെ കുറ്റക്കാർക്ക് മാപ്പ് നൽകി. ഇതൊരു ഭയങ്കര വലിയ വെളിപാടാണ്. ഇപ്പം നമ്മുടെ ജോസഫ് മാഷ്ട കൈവെട്ടി കഴിഞ്ഞിട്ട് ശിക്ഷയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അവർ ജയിലിൽ കിടന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആനന്ദമൊന്നുമില്ല. എന്താ ആനന്ദമുള്ളേ? ഇപ്പം നമ്മൾ കൊലപാതകം ചെയ്ത ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് വല്ല ആനന്ദമുണ്ടോ? ഇപ്പം ഒട്ടും ആനന്ദമില്ല. കാരണം എന്താ? പുറത്തുള്ളതിൻ്റെ 3 ഇരട്ടി ശമ്പളമാണ് ജയിലിൽ കിട്ടണേ. അപ്പോൾ അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് വല്ല ആനന്ദമുണ്ടോ? ഇല്ല. മറിച്ച് നമ്മൾ ഈ പറഞ്ഞ തരത്തിലാണ് നീതിയെങ്കിലോ, ഇരകൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ട് എന്ത് ആനന്ദമാണ് ഇരയ്ക്കുണ്ടാവുക? കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ത് ആനന്ദമാണ് ഇരയ്ക്കുണ്ടാവുക? പ്രത്യേകിച്ച് ആനന്ദം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വേണം. മറിച്ച് നമ്മൾ പറയുന്ന തരത്തിൽ, ബൈബിൾ പറയുന്ന തരത്തിലാണ് ഈ ഇരയോട് അനീതി ചെയ്യാതെ കുറ്റക്കാരനോട് ക്ഷമിക്കുന്ന ഒരു രീതി. അത് കർത്താവ് കണ്ടുപിടിച്ചതാണ്. അതാണ് ക്രിസ്ത്യാനികളുടെ രീതി. അതൊരു ഭയങ്കര വിപ്ലവമാണ്. ആ വിപ്ലവമാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ആ പ്രതീകത്തിലൂടെ സ്നാപക യോഹന്നാൻ അവതരിപ്പിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രക്ഷയുടെ താക്കോല് രക്തമാണ്, രക്തച്ചൊരിച്ചിലാണ്, കുഞ്ഞാടിന്റെ രക്തം. നമ്മൾ അതിൽ പങ്കെടുക്കുന്നവരാണ് ദിവസവും കുർബാനയിൽ. അത് അവന്റെ പ്രാണനാണ്. അവന്റെ പ്രാണൻ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, അവന്റെ പ്രാണൻ നമുക്ക് തരുന്നതാണ്. എന്നിട്ട് ഈ മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക് ഇപ്പൊ തന്നെ നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ഇതാണ് വിശുദ്ധ കുർബാന. ഇത്രയും മഹത്തായ കർമ്മത്തെയാണ് തോന്നിയാസം പോലെ ചിലർ ചെയ്യുന്നത്. അവരോട് പൊറുക്കണമേ എന്ന് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.